നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ 7-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി രാജേഷ് കുമാറിനോടൊപ്പമാണ് നമ്മൾ ഇന്നുള്ളത്. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ 2015-2020 കാലഘട്ടത്തിൽ 7-ാം വാർഡ് കിടങ്ങയത്ത് നിന്ന് മത്സരിച്ച് ജയിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. അന്ന് 6-ാം വാർഡായിരുന്നു, ഇപ്പോൾ 7-ാം വാർഡായിട്ട് മാറിയിട്ടുണ്ട്. ഈ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടപ്പാക്കിയ കാലഘട്ടം കൂടിയായിരുന്നു ഈ 2015-2020 വർഷക്കാലം. ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നിങ്ങളുടെ ഓരോ വിലയേറിയ വോട്ടുകളും അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ എനിക്ക് എന്നെ വിജയിപ്പിക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെ തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ആ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന 5 വർഷക്കാലം ഈ വാർഡിൻ്റെ വികസനം എന്തുവാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ ഓരോ റോഡുകൾ തന്നെ നോക്കിയാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ 5 വർഷക്കാലം ഞാനിരുന്ന 5 വർഷക്കാലം എല്ലാ റോഡുകളും നല്ല രീതിയിലാക്കുകയും ക്ഷേമ പെൻഷനുകൾ വീടുകളിൽ എത്തിക്കുകയും അതിൽ കോവിഡ് മഹാമാരിക്ക് ജനങ്ങളോടൊപ്പം നിൽക്കുകയും എല്ലാ സഹായങ്ങൾ ചെയ്യുകയും പ്രളയകാലത്ത് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും അരിവാൾ ചുറ്റിക നക്ഷത്ര അടയാളത്തിൽ എന്നെ വിജയിപ്പിക്കണം എന്നാണ് നിങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഇവിടുത്തെ ഈ വാർഡിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കുമാർ. അദ്ദേഹമാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിനെ പ്രതികരിക്കാൻ വരുന്നത്. നമുക്കറിയാം 2015-20 കാലഘട്ടം എന്ന് പറയുമ്പോൾ വികസനത്തിന്റെ ഒരു പെരുമഴക്കാലം തന്നെയായിരുന്നു വാർഡിനെ സംബന്ധിച്ചിടത്തോളം. നിരവധി റോഡുകൾ, ഏകദേശം 90% റോഡുകൾ പുതിയതായി കോൺക്രീറ്റ് ചെയ്യുകയും റീടാറിങ് ചെയ്യുകയും മെയിൻ്റെനൻസ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് 2015-20 എന്ന് പറയുന്നത്. നമുക്കറിയാം ആ സമയത്ത് തന്നെയാണ് പ്രളയം ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ് നമ്മുടെ ഈ കിടങ്ങയം വാർഡ് പ്രദേശം. ഇവിടെ മത്സ്യബന്ധനത്തിനായി പോകുന്ന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒട്ടനവധി താമസിക്കുന്ന ഏരിയയാണ്. ഇവിടുത്തെ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ വീടുകളിൽ തന്നെ വെള്ളം കയറി തുടങ്ങിയപ്പോൾ ഇവിടെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എത്തിയ ആളാണ് അന്നത്തെ ജനപ്രതിനിധിയായിരുന്നുള്ള ശ്രീ രാജേഷ് കുമാർ. ഇവിടുത്തെ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സമീപ പ്രദേശങ്ങളിലേക്ക് അവരുടെ വള്ളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനമായി പോകുവാൻ നേതൃത്വം കൊടുത്തൊരു വ്യക്തി കൂടിയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന റോഡ് തന്നെ അന്നത്തെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അന്നത്തെ മത്സ്യ വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ മന്ത്രിയുടെ വകുപ്പിൽ നിന്നും തുക അനുവദിച്ചുകൊണ്ട് ഈ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത റോഡാണിത്. എന്നാൽ അതിനുശേഷം ഇന്ന് വരെ 2020-2025 കാലഘട്ടത്തിൽ UDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒരു റോഡ് പോലും കൃത്യമായി കോൺക്രീറ്റ് ചെയ്തെടുക്കുവാനോ സഞ്ചാരയോഗ്യമാക്കുവാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. യാതൊരു വിധത്തിലുള്ള ഭരണ നേട്ടവും പറയാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ഭരണമായിരുന്നു 2020 മുതൽ 2025 വരെയുള്ള UDFിൻ്റെ ജനപ്രതിയുടെ കാലത്ത് നടന്നത്. വിവിധ പദ്ധതികൾ, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഈ വാർഡിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരു വാർഡാണ് കിടങ്ങയം വാർഡ് എന്ന് പറയുന്നത്. ആ വാർഡിൻ്റെ വികസനം മുരടിപ്പ് മാറ്റുവാൻ വേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് കുമാറിനെ വിജയിപ്പിച്ചെടുക്കണമെന്നുള്ള ഞങ്ങളുടെ എല്ലാ ആഗ്രഹമാണ്. അദ്ദേഹം ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വരണമെന്നുള്ളത്. അദ്ദേഹം തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നത് സുനിശ്ചിതമാണ്. പ്രിയപ്പെട്ടവരെ, 2015-2020 കാലഘട്ടത്തിൽ നമ്മുടെ വാർഡിനെ പ്രതികരിച്ച ഏറെ പ്രിയപ്പെട്ട രാജേഷ് കുമാർ വീണ്ടും ഒരിക്കൽ കൂടി ഈ വാർഡിനെ പ്രതികരിക്കാനായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ വാർഡിലെ സമഗ്ര വികസനമാണ് നടപ്പിലാക്കിയിരുന്നത്. ആ വികസനത്തിൻ്റെ തുടർച്ച നമുക്ക് ലഭിക്കാനായി അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കേണ്ട ആവശ്യകത നമ്മുടെ ഈ വാർഡിനുണ്ട്. അതും കൂടാതെ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയായ രാജേഷ് കുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9 വർഷക്കാലമായി നമ്മുടെ ഈ നാട്ടിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ ഓരോ സാധാരണക്കാരന് വേണ്ടിയും നടപ്പിലാക്കിയ നിർത്തിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച കിട്ടാനായി അദ്ദേഹത്തെ ഈ വാർഡിൻ്റെ വികസനത്തിൻ്റെ നായകനായി ജയിപ്പിക്കേണ്ട ആവശ്യകത നമുക്ക് ഏവർക്കും ഉണ്ട്. അദ്ദേഹത്തെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു.